ഞാൻ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിൽ വീഡിയോ എടുക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്റെ അതേ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവൂലേന്ന്. സോ ദാറ്റ് വൈ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഒരു വൈറൽ ടോപ്പിക്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് മൊത്തം പ്രോസസ്സ് വൈറൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തൊട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ വരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് ഈ സമയത്ത് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിൽ ചുമ്മാ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഒരു വൈറൽ വീഡിയോ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ മൈൻക്രാഫ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വളരെ വെറൈറ്റി കൈൻഡ് ഓഫ് ടോപ്പിക്കിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വലിയ ബിൽഡുകളും ഫാമുകളും അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റിൽ തന്നെ പല ഗെയിംസും മൈൻക്രാഫ്റ്റിൽ തന്നെ ചാറ്റ് GPT വരെ ഉണ്ടാക്കിയവന്മാരുണ്ട്. ഇത്രയും കോമ്പറ്റീഷനുള്ള ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളിടുന്ന കണ്ടന്റോ കുറെ ആൻഡ് ഫാമും ആർക്കും വേണ്ടാത്ത ബ്രീഡറിന്റെ വരെ ട്യൂട്ടോറിയൽ ഇപ്പോഴത്തെ കാലത്ത് ഇടവന്മാരുണ്ട്. അങ്ങനത്തെ കണ്ടന്റ്സ് അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതുപോലെ തന്നെ മലയാളം കമ്മ്യൂണിറ്റീനെ പോപ്പുലർ ആവാൻ സമ്മതിക്കാത്തതും ഇത് തന്നെയാണ്. ഞാൻ ഒരു സിമ്പിൾ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ സോനപ്പൻ ഉണ്ടായിരുന്നു. ആ സോനപ്പന് ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ സോനപ്പൻ പട്ടിയെ സ്വന്തം അനിയനെ കൂട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, നീ അവൻ്റെ പട്ടീനെ കൊല്ലാണെങ്കിൽ ഞാൻ 500 തരാമെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ പട്ടീനെ കൊന്നു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സോനപ്പൻ കയറി വന്നു. സോനപ്പന് ശരിക്കും ദേഷ്യം കയറി എന്നെ അടിച്ച് കൊന്നു. ശരിക്കും ട്വിസ്റ്റ് അവിടെ അല്ല വരുന്നത്. ഇതൊക്കെ കണ്ടോണ്ടിരുന്നത് നമ്മുടെ ക്യാമറമാൻ ബണ്ണി ഇത് മൊത്തം വീഡിയോ എഡിറ്റ് ചെയ്ത് നേരെ യൂട്യൂബിൽ ഇട്ടു. അതാണെങ്കിൽ അറിയാതെ ഒരുപാട് റീച്ചും ആയി. ഇതിലൂടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒരാൾ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതി എഡിറ്റ് ചെയ്ത് സ്വന്തം ഇതിലുണ്ടാക്കുന്നത്, ഒരാൾ അവരുടെ കണ്ടന്റ് കോപ്പി അടിച്ചുണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത കുറെ പോയിന്റ്സ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടു ശ്രദ്ധിക്കും. നമ്മുടെ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ എങ്ങനെ ടോപ്പിക് കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു. ഇനി അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഫേമസ് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ പോകുക. അതിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും പോപ്പുലർ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും അവരുടെ പോപ്പുലർ ആയി കിടക്കണേ. ഇവിടെ വലിയ യൂട്യൂബേഴ്സ് വരെ ഇങ്ങനെ കോപ്പി അടിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾ അതേക്കുറിച്ച് കുറച്ച് പേടിക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും കോപ്പി അടിച്ച് വീഡിയോ ഇടാൻ പറ്റില്ല, അങ്ങനെയുള്ള വ്യൂസ് വേണ്ട എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡിസ്കോഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാൻ ഞാൻ ഒരു പ്രോംപ്റ്റ് തരാം. നേരെ ഏതെങ്കിലും AI കൊണ്ടു ഇട്ടാൽ മതി, അവർ നിങ്ങൾക്ക് ടോപ്പിക്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിലൂടെ ഏകദേശമൊക്കെ ടോപ്പിക് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമ്മൾ സുധിയുടെ ചാനൽ ഫുൾ അനലൈസ് ചെയ്തിട്ട് സുധിയുടെ ടെക്നിക്സ്, സുധി എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇത്രയും വലുതാകാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് നേരെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്കൗണ്ടിന്റെ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.